ഹാജപ്പാപ്പ ഇങ്ങനെ വയന്ന് പറയുന്ന സമയത്ത് ഒരു ഉമ്മ വന്നിട്ട് കരയുന്നു, വല്ലാതെ കരയുന്നു, ശക്തമായി കരയുന്നു. ഹാജപ്പാപ്പ പറഞ്ഞു, ആരാണ്, എന്തിനാ ഒരു ബീവി കരയുന്നല്ലോ, ഒരു പെണ്ണ് കരയുന്നല്ലോ? അന്വേഷിച്ചു, അത് വിളിച്ചു. എന്താ? അവർ പറഞ്ഞു, എൻ്റെ മോനെ മരിച്ചു കിടക്കുകയാണ്. ഹാജപ്പാപ്പ, എനിക്കൊരു മോനാണല്ലോ, എനിക്കെൻ്റെ മോനെ ഹയാത്തായി കിട്ടണം. കരയാൻ തുടങ്ങി. ഹാജപ്പാപ്പ പെട്ടെന്ന് മനസ്സലിയുന്ന ആളാണ്. അല്ലാ, അവിടെ നിന്ന് ഉടനെ എന്താ ചെയ്തത്? പരിഹാരം വേഗം കുറച്ചാളെയും കൂട്ടി വേഗം ആ വീട്ടിലേക്ക് പോകുന്നു. മരിച്ചു കിടക്കുന്ന ആ മയ്യത്തിൻ്റെ അടുത്ത് എന്ന് തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് കുമ്പി ഇതിനില്ല, മോനെ എഴുന്നേൽക്ക്, മോനെ എഴുന്നേൽക്കുന്നു. മാഷാ അല്ലാഹ്, ഒന്ന് തടവിക്കൊടുക്കുന്നു, ഹയാത്താക്കുന്നു. ചകത്തീനെ ജീവൻ ഇടിച്ചോർ. വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ ഹാജപ്പാപ്പൻ്റെ ലോകത. ഒന്ന് തടവിയാൽ, ഒരു സ്പർശനം, ഒരു ദർശനം, അയാൾ അത്ഭുതങ്ങളായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദീനറിയാത്തതിന്റെ വലിയ തകരാറായി കാണുന്നു. ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഒന്ന്, നിങ്ങൾ പറയുന്ന ഹാജ ഷെയ്ഖ് മനസ്സ് ലോല ഹൃദയമുള്ള ആളാണ്. ഉമ്മാന്റെ കരച്ചിൽ എന്താണ്? എന്റെ കുട്ടി മരിച്ചു, എന്റെ കുട്ടിനെ ജീവിപ്പിച്ചു തരണം. എന്താണ് കാര്യം? ഇവിടെ 2-3 പ്രശ്നങ്ങളില്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ മരിച്ച കുട്ടിനെ ജീവിപ്പിക്കാൻ വേണ്ടി നബിമാരെടുത്ത് കൊണ്ടുവരുന്ന ആരെങ്കിലും ഉണ്ടോ? ഈസാ നബിയുടെ കഥ പറയുന്നിടത്ത് കുമ്പി ഇതിനില്ല, അള്ളാന്റെ അനുമതിയോടെ. അത് മുഅ്ജിസത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ചില പോയിന്റ് ഞാൻ പറയാം. ഇവിടെ എന്താണ്? വലിയ കഴിവുടമയരായ അദ്ദേഹം എന്താ പറയുന്നത്? കുൻ എന്നാണ് അള്ളാഹുവിന്റെ വിശേഷണം. ഉണ്ടാകി എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതാര വിശേഷണ? കുൻ ഫയകൂൻ. അതാര വിശേഷണ? റബ്ബിന്റെ വിശേഷണമാണ്. അതിൽ ആരെയാ പങ്കു ചേർക്കുന്നത്? ഖാജ മൊഹീദ്ദീനെ പങ്കു ചേർക്കുകയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്നറിയാം. ഞാൻ പറഞ്ഞുതരാം. ഖാജ മൊഹീദ്ദീനെ പറയുമ്പോൾ ഇതാ കണ്ടടാ, നമ്മളെ വലിയ ചീത്ത പറയണ വഹാബി. എന്താ നിങ്ങൾക്ക് അള്ളാനെ നിങ്ങൾ തരം താത്തുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലാത്ത? ഫൈസി അള്ളാനെ തള്ളുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താ അറിയോ? അള്ളയായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല. സമസ്തക്കാരെ, നിങ്ങൾ നിസ്സാരമായി കാണണ്ട. നിങ്ങളെ റൂഹ് പിടിക്കുന്നൊക്കെ എങ്ങനെയാന്ന് ലോകത്തെങ്ങാൻ ഒരു പിക്ചറിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നൊരുത്തൻ സമസ്തയാവില്ല. സമസ്ത ഉസ്താദുമാരുടെ ഒക്കെ റൂഹ് മലക്കുൽ മൗത്തിൽ പിടിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ ലോകത്തൊരൊറ്റ മനുഷ്യന് യുക്തിവാദിയായിട്ടുണ്ടാവില്ലായിരുന്നു. പക്ഷെ അള്ളത് വെക്കാത്ത എന്തിനറിയോ? ഏറ്റവും വലിയ അത്ഭുതമായ ഖുർആൻ നമ്മളെ കയ്യിൽ തന്നിട്ട് അള്ള പറഞ്ഞു, നിങ്ങൾക്ക് തലച്ചോറ് തന്ന് ചിന്തിച്ച് പഠിച്ചാൽ മതി, അത്ഭുതം കണ്ട് മാറണ്ടാന്ന്. അപാരമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, മദീനയും മക്കയും കണ്ടാൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ചിലപ്പോൾ ഇസ്ലാമാവും. വെറുതെ നടക്കൊണ്ട് ഇട്ടേച്ചാൽ ഒറ്റ ദിവസം അത് അവിടുത്തെ വൃത്തി മാത്രം കണ്ട വിവരമുള്ള എല്ലാവരും ഇസ്ലാമാവും. ലോകത്തൊരിടത്തും അത്ര വൃത്തിയില്ല. എങ്ങനെ? ലോകത്ത് അത്ര മനുഷ്യർക്ക് ആഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഈ 2 ഹറമിലെ ടോയ്ലറ്റ് പോലെ വേറല്ല. എന്തെങ്കിലും ഒരു മണം, ഒരു ദുർഗന്ധം അവിടെ നിന്നില്ല. അത് മാത്രം നോട്ട് ചെയ്താൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇസ്ലാം സ്വീകരിക്കുക. പക്ഷേ ഞങ്ങളോട് പറയുന്നത് ഇവിടെ എന്താ പ്രശ്നം? മരിച്ച കുട്ടിനെ ഇങ്ങനൊരു അവസ്ഥ ഇല്ല, ആർക്കും ഇല്ല എന്ന് വിചാരിക്കുക. എന്താ പ്രശ്നം? ഒരു മഹാന് മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു അല്ലല്ലേ എന്ന് ചോദിച്ചു അല്ലാഹ്. സൂറത്ത് ഫുർഖാന്റെ തുടക്കം എന്താ അറിയോ? ജസ്റ്റ് ഞാൻ ഒരായത്ത് പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയാണ്, അധ്യായമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഓതി പോകുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഫുർഖാന്റെ തുടക്കം തന്നെയാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആശയം ഞാൻ പറയും, നമുക്ക് നോക്കാം. അതെ, നമ്മൾ പഠിക്കുക തന്നെ വേണം. നമ്മൾ ഖുർആൻ പഠിക്കുക. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നത്. الذي له ملك السماوات والارض ولن يتخذ ولدا ولم يكن له شرك في الملك. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു ഈ സൂറത്ത് ഫുർഖാന്റെ തുടക്കത്തിൽ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കയ്യിലുള്ളാഹു നമ്മോട് പറയുന്നത് വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. സൂറത്ത് ഫുർഖാൻ മാഷാ അല്ലാഹ്. അതിന്റെ തുടക്കത്തിൽ 3-ാമത്തെ വചനം എന്താ അറിയോ? അവന് പുറമെ പല ഇലാഹുകളെയും ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ, എന്നിട്ട് അവർ ദൈവങ്ങളെ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. തങ്ങൾക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർ അധീനപ്പെടുത്തുന്നില്ല. എന്ത്? മരണത്തെയോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. ഒരാളെ മരിപ്പിക്കുന്നതിലോ ഒരാളെ ജീവിപ്പിക്കുന്നതിലോ അള്ളാഹ്ക്ക് പുറമെ ഒരു നബിക്കും പങ്കില്ല എന്ന് തീർത്ത് റഹ്മാനായ റബ്ബ് എവിടെ പറയുന്നത്? സത്യാസത്യ വിവേചനം എന്ന അധ്യായത്തില് സൂറത്ത് ഫുർഖാനില്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യന്താ അസത്യന്താ, സമസ്തെന്താ വഹാബിസ് എന്താ, ജമാഅത്ത് എന്താ തബ്ലീഗ് എന്താ, ഇതിങ്ങനെ വേർതിരിച്ച് പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയാണ്, മൗത്തിനെയാകട്ടെ ഹയാത്തിനെയാകട്ടെ നുശൂറിനെയാകട്ടെ ഒന്നും അവർ അധീനപ്പെടുത്തുന്നില്ല. ആര്? ഒരാളും. പിന്നെ എങ്ങനെ ഹാജ മരിച്ച ഒരാളെ ജീവിപ്പിക്കുക? അത് അള്ളാന്റെ ഖുർആനെതിരാണ്. എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? ഇനി ഇതൊക്കെ പോട്ടെ,
ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പറ്റിയോ വളരെ ആളുകൾ ശപിച്ചും ആളുകൾ വളരെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പറയാണ് അബ്തർന്ന്, വാലറ്റവൻ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവൻ, കുട്ടികളെ കിട്ടിയിട്ട് നിലക്കാത്തവര്. നബീനെ പറ്റി മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ് അബ്തറാണ്, വാലറ്റാളാണ്. എന്താ കാരണം? നബീന്റെ മക്കളൊക്കെ മരിച്ചു. നബിയുടെ 6 or 5 മക്കൾ മരിച്ചു. അതിൽ ഏറ്റവും ദുഃഖകരമായ മുഹൂർത്തം ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം മരിക്കുമ്പോ നബി അസ്ർ കഴിഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിലൂടെ കയറിപ്പോയി. ഇബ്നു അബ്ബാസ് പറയാൻ, ആന നടക്കണ പോലെ ചടുലമായി നടന്ന് അള്ളാഹുവിന്റെ റസൂൽ മകനെ വാരിയെടുക്കും, തോള് വെക്കും, ഉമ്മ വെക്കും, താരാട്ടുപാടും, മേലോട്ടിട്ട് പിടിക്കും, കൊഞ്ചിക്കും. ഒരു കുഞ്ഞിനെ പോലെ നബി ആ മകന്റെ കൂടെ നടക്കും. ആ ഇബ്രാഹിം മരിച്ചിട്ട് 2 കൈകളിൽ ഇബ്രാഹിമിനെ എടുത്തിട്ട്, മോനെ ഇബ്രാഹിം, മോനെ സഹിക്കാനാകാത്ത വേദനയുണ്ട് മോനെ, നിന്റെ മരണത്തിൽ ഉപ്പാക്ക് വേദനയുണ്ട് മോനെ, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ഈ ബാപ്പ നിന്റെ പേരിൽ പറയില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അജ്മീറിലെ ഷെയ്ഖിനെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്ത ആ റബ്ബ് എന്റെ കൂട്ടരെ ശത്രുക്കൾ നബിയെ അബ്തർന്ന് വിളിച്ചിട്ടും വാലട്ടവൻ എന്ന് വിളിച്ചിട്ടും എന്തേ കൂട്ടരെ നബിക്ക് കഴിവ് കൊടുക്കാതിരുന്നത്? നിങ്ങൾക്ക് എന്താ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലുതോ അജ്മീറിലെ ഖ്വാജ ആണോ? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? വേണ്ടേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, സക്കരിയ നബി നിങ്ങൾ അംഗീകരിക്കുവോ? അള്ളാഹിനോട് വാർദ്ധക്യത്തിൽ തേടിയിട്ട്, അങ്ങേയറ്റം തേടിയിട്ട് യഹിയ എന്ന് പറഞ്ഞൊരു മകനെ കൊടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യഹിയ നബിന്റെ ചരിത്രത്തിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയോ? പൂർവ്വവേദങ്ങളിലും ഇസ്ലാമിക ചരിത്രത്തിലും ഒരൊറ്റ തൗഹീദി പ്രഭാഷണം നടത്തിയ ആളാണ് യഹിയ അലൈഹി ഇസ്ലാം. ഒരൊറ്റ തൗഹീദി പ്രഭാഷണം. യഹിയ നബിക്ക് സംഭവിച്ചെന്തറിയോ? തൗഹീദ് പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് വാള് വെച്ചിട്ട് കഴുത്തറുത്തിട്ട് കഴുത്തിങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ വന്നിട്ട് മരുഭൂമിയിലേക്കാണ് വീണു. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ അള്ളാഹിനോട് കെഞ്ചിയിട്ട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ട് ഒരു കുട്ടിനെ കിട്ടിയിട്ട് ആ കുട്ടി കൊല്ലപ്പെട്ടിട്ട് ഒരു നബിക്ക് ആ കുട്ടിനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞോ? കുൻ ഫയക്കുൻ പറയാൻ കഴിഞ്ഞോ? ചിന്തിക്ക് മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നു.